ഹായ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് വ്ളോഗാണ്. സോ അതിൻ്റെ തുടക്കം മുതലുള്ളതാണ്. സോ അതാണ് പാർട്ട് 1. സോ ഫസ്റ്റ് തന്നെ കല്യാണ ചെക്കൻ വരണമല്ലോ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ പോയി കല്യാണ ചെക്കനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് വെച്ചു. കാരണം ഇക്കാക്ക വന്നു കഴിഞ്ഞിട്ട് ആകെ 6 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. അപ്പോൾ പിന്നെ ഒന്നിനും ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെക്കൊണ്ട് മാക്സിമം തീർക്കാൻ പറ്റുന്നതൊക്കെ തീർത്ത് വെച്ചു. അപ്പോൾ ഈ നിക്കാക്കിനെ പിക്ക് ചെയ്ത് നിക്കാക്കിൻ്റെ ഡ്രസ്സും ഫൈനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. യെസ്, അപ്പോൾ അതാ നമ്മളെ കല്യാണ ചിക്കനെത്തി. യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടിയും സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാക്കനെ കണ്ടേരം ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് പോയി. 2 ടൈപ്പ് ഡ്രസ്സാണ് ഞങ്ങൾ നോക്കിയത്. ഒന്ന് നിക്കാഹിനൊരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലൊരു ഷെർവാണി മോഡലും, പിന്നെ സെക്കൻഡ് റിസപ്ഷന് വേണ്ടിയിട്ടൊരു ഡാർക്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ജോധ്പൂരി മോഡലും. പിന്നെ അതിൻ്റെ ഷൂസും കാര്യങ്ങളും ഇക്കാക്കൻ്റെ ഫുൾ പർച്ചേസ് അന്ന് മാക്സിമം ഞങ്ങൾ കൊണ്ട് പറ്റുന്നത്ര തീർത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്കൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, നല്ല മഴ, ചുരത്തിൽ നല്ല ബ്ലോക്ക്. താമരശ്ശേരി ചുരത്തിലിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ കുടുങ്ങി. മഴയും ഉണ്ടായിരുന്നു. ഇക്കാക്കക്ക് അതുകൊണ്ട് വന്ന പടനെ മഴയും ആസ്വദിക്കാൻ പറ്റി, ബ്ലോക്കും ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ നല്ല ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി. അതാ പക്ഷി വന്ന് ജനലിലൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു. അത് ഞാനൊന്ന് എടുക്കാൻ നോക്കിയതാണ്, പക്ഷി പോയി. അങ്ങനെ പിന്നെ ഇക്കാക്ക വന്ന വിംറ്റോയിലാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ കുറച്ച് കല്യാണം റിലേറ്റഡ് പണികളൊക്കെ ഉണ്ടാവുമല്ലോ, പന്തൽ കെട്ടുന്നു, അങ്ങനത്തെ പണികൾക്കൊക്കെ വേണ്ടിയിട്ട് അമ്മായിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള എനർജി ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വിംറ്റോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പന്തൽ കെട്ടുന്നത്. ഞങ്ങളെ വീടിൻ്റെ മേലെ തന്നെയായിരുന്നു. കാസിംക്കയാണ് ഇതിൻ്റെ മെയിൻ. കാസിംക്ക അവിടുന്ന് മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പന്തൽ കെട്ടുന്ന ആ ഒരു പരിപാടി. അതിൻ്റെ കുറച്ച് BTS ആണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ അവിടെ വിറകിൻ്റെ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മളെ മോൻകാക്കിയും ചാൻകാക്കിയാണ്. മോൻകാക്കിന് പിന്നെ മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കരമായ പണികളിലാണ്. നമുക്കുള്ള ഫുഡ് ഇവിടെ നന്നായി സെറ്റാക്കുന്നുണ്ട്. അമ്മായി എന്താ ഉണ്ടാക്കുന്നേ? തേങ്ങാച്ചോറ്. പിന്നെ ഇതാ നൗഷാദ് മാമയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഫുൾ കല്യാണ മൂഡ് ഓണായി. അതിൻ്റെ ഇടയിൽ ഇതാ മിസ്സു ഇവിടുന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടപ്പം നാണം വന്നിട്ട് ഓടി വിളിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കാക്കയും പിന്നെ എൻ്റെ കസിൻ ഷിതുവും ഞാനും ഞങ്ങളാണ് പോകുന്നത്. സൺസ്ക്രീൻ ഇട്ടിനിയോ? ഒക്കെ ഞാൻ എടുത്ത് വെച്ചിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് റെഡിയായി. അങ്ങനെ ഞങ്ങൾ വേഗം തേങ്ങാച്ചോറും നല്ല ചിക്കൻ കറിയും അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ വേഗം തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു വൈബും പിന്നെ ഭക്ഷണം കഴിക്കുന്ന വൈബും. അത് കഴിഞ്ഞിട്ട് ഉപ്പൻ്റെ ഫാമിലിയിൽ പെൺപടകൾ, വയനാട്ടിലുള്ള പെൺപടകളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കാണ് എടുത്തത് പൂ വാങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം കൽപ്പറ്റത്ത് നല്ലൊരു പൂ ഷോപ്പിൽ അവിടെ പോയി കുറച്ച് റോസൊക്കെ വാങ്ങി. ഇതാണ് കോസ്റ്റ്യൂം ചേഞ്ചിന് വേണ്ടി എടുത്തതാണ്, പക്ഷേ ഒന്നും പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതിലൊരു കഫേയിലാണ് നമ്മളെ ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആംബിയൻസ് ഒക്കെ നല്ല നൈസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത്. ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരെ അവിടെ ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്ത്. പിന്നെ ഫോട്ടോഗ്രാഫർ വന്നു, ഷൂട്ട് തുടങ്ങി. ഒന്നും പറയണ്ട, നല്ലൊരു അനുഭവമാണ്. കാരണം കല്യാണത്തിൻ്റെ അന്ന് ഷൂട്ടിന് അത്രേ ടൈം കിട്ടുള്ളൂ. അത് ഭയങ്കര കുറേ ആൾക്കാരും പിന്നെ ഫുള്ളി എക്സോസ്റ്റഡ് ആയിരിക്കുമല്ലോ. ഇതാകുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം എല്ലാവരും കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊരു ഷൂട്ട്, സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ്.
അത് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ കുറച്ച് നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. നല്ല ടൈം എടുത്ത് അതൊരു വേറെ തന്നെ ഒരു അനുഭവമാണ്. എൻ്റെ കല്യാണത്തിനും അങ്ങനെ ഒരു ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പറ്റിയാൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളെ ഷൂട്ട് ചെയ്യുന്നത് U&Me ഫോട്ടോഗ്രാഫിയാണ്. അങ്ങനെ പിന്നെ ഷൂട്ട് തുടങ്ങി. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല കോമഡി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഭംഗിയൊന്നും പോക്കുന്നില്ല. ആ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടെ പോയവർ എന്തായാലും പോസ്റ്റാവും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോക്കി. പക്ഷെ ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, എൻജോയബിളാണ്. അറ്റ് ദ സെയിം ടൈം കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. അവർക്ക് നല്ല രസമാണെങ്കിലും അങ്ങനെ നല്ല കുറച്ച് ടൈം അവിടെ എടുത്തു. നമ്മൾ 1 മണിക്കൂറോളം നമ്മളവിടെ ഷൂട്ട് ചെയ്തു. പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഔട്ട്കം അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അഭിനയിക്കാൻ അറിയാത്തവർ അഭിനയിക്കുന്ന ഒരു മൊമെൻ്റാണ് നമ്മൾ കാണുന്നത്. നല്ല ഫണ്ണായിരുന്നു, നമുക്കും ഫണ്ണായിരുന്നു, അവർക്കും നല്ല എൻജോയബിൾ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ഇത് തീരുന്നില്ല. പിന്നെ പുതിയ സ്ഥലം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് എസ്തെറ്റിക് ഷോട്ട്സ് എടുത്ത് നോക്കിയതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അത് ആ റീൽസിന് വേണ്ടിയുള്ള ഷോർട്സ് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് റീൽസും എടുക്കുന്നുണ്ട്, ഫോട്ടോസും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഫ്രെയിംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ സമയം പോക്കാൻ വേണ്ടി ചെയ്ത ഷോർട്സാണിത്. അങ്ങനെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളിത് കണ്ടത്, ഞങ്ങളങ്ങോട്ട് ഓടി. ചിരിച്ചോട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് വൈകുന്നേരം ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓണായി, കുറച്ചുകൂടി വൈബായി തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഇനി പോകണമല്ലോ, ഇവിടെ തന്നെ ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ ബാക്കി ഇളിക്കാക്കിൻ്റെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റാക്കാനുണ്ട്. അങ്ങനെ തിരിച്ചു പോയി ഉമ്മനെയും കൂട്ടി ഞങ്ങൾ വന്ന് അതിൻ്റെ ഔട്ട്ഫിറ്റ് സെറ്റാക്കി. എങ്ങനെയുണ്ട് ഷോപ്പിംഗ്? വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചപ്പോഴേക്കും ജാവിദ മാമിയും ഫാമിലിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനായി. ദസുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇസമോള്. അപ്പോൾ ബാക്കി വീഡിയോ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.